ആസ്പിൻവാൾ എന്ന കയർ ഫാക്ടറിയിൽ VS ജോലിക്കായി പ്രവേശിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഫാക്ടറിയായിരുന്ന ഈ കമ്പനിയിൽ അന്ന് നിയമവിരുദ്ധമായിരുന്ന ട്രേഡ് യൂണിയന്റെ നേതൃസ്ഥാനത്ത് അതീവ രഹസ്യമായി നിലയുറപ്പിച്ചുകൊണ്ട് VS ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ പട്ടം താണുപിള്ളയും C കേശവനും TM വർഗീസും ചേർന്ന് തിരുവിതാംകൂർ പാർട്ടി കോൺഗ്രസിന് രൂപം നൽകുന്നു. അന്ന് ആലപ്പുഴ പ്രദേശത്തെ പ്രസിഡന്റ് കുട്ടനാട് രാമകൃഷ്ണപിള്ളയായിരുന്നു. VSും സുഹൃത്തുക്കളും സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗത്വമെടുത്തു. തുടർന്നുള്ള ദിനങ്ങളിലെ ചർച്ചകളിലും സെമിനാറുകളിലും ഭാഗമാകുന്നതോടുകൂടി വ്യക്തമായ ഒരു ദേശീയ ബോധവും രാഷ്ട്രീയ ബോധവും സ്വാതന്ത്ര്യ ബോധവുമൊക്കെ അവരിൽ ഉടലെടുക്കുന്നു. അതോടുകൂടി ട്രേഡ് യൂണിയന്റെ ആവശ്യകതയും എന്താണെന്ന് അവർക്ക് കൂടുതൽ വ്യക്തമാവുന്നു. ആസ്പിൻവാൾ ഫാക്ടറിയിലെ ട്രേഡ് യൂണിയന്റെ നേതാവായ VSന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ധീരനായ ഒരു വിപ്ലവകാരി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സഖാവ് P കൃഷ്ണപിള്ള VSനോട് ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാകുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ VSന് അംഗത്വം ലഭിക്കുന്നു. 1943 പാർട്ടിയുടെ 1ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കുമ്പോൾ അന്ന് VSന് കേവലം 20 വയസ്സ് മാത്രമാണ് പ്രായം. അവിടെ വച്ച് ജീവിതത്തിൽ ആദ്യമായി EMS, സുന്ദരയ്യ, ഘാട്ടെ എന്നീ നേതാക്കളെ കാണുവാനായിട്ട് ഇടയാവുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് രാജവാഴ്ചയ്ക്കെതിരെ നിലകൊള്ളുവാൻ തൊഴിലാളികളെ പ്രാപ്തരാക്കുവാനുള്ള നിയോഗം VSന് മേൽ സഖാവ് രാമകൃഷ്ണപിള്ള നൽകുന്നു. വളരെ ദുഷ്കരമായ ഒരു ഉദ്യമമായിരുന്നു അത്. തന്റെ കൂടെ സഹായത്തിന് വേണ്ടി പാർട്ടി ഏർപ്പെടുത്തിയ മറ്റ് 6 അംഗങ്ങളും പട്ടിണിയും ദുരിത ജീവിതവും അസഹനീയമായി ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി. നിരക്ഷരരായ കർഷകരെ നിങ്ങളാണ് ഈ ലോകത്തിന്റെ അന്നദാതാക്കൾ എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യത്തിനൊക്കെ അവകാശമുണ്ട് എന്നും പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പലരും VSന്റെ ശത്രുക്കളായി മാറുന്നു. തമ്പ്രാനിൽ നിന്നും തങ്ങളെ അകറ്റുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച തൊഴിലില്ലാത്തവൻ, ആ ഒരു നിലവാരത്തിലൊക്കെയാണ് അന്ന് ആളുകൾ VSനെ കണ്ടിരുന്നത്. വെറും 2 ഇടങ്ങഴി നെല്ല് കൂലിയായി ലഭിക്കുന്നതിന് രാപകലോളം തമ്പ്രാക്കന്മാരുടെ വയലുകളിൽ അധ്വാനിക്കുന്ന കർഷകരോട് നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോഴും ദൈന്യതയോടെ നോക്കി നിൽക്കുവാനല്ലാതെ അവർക്ക് മറ്റൊന്നും പറയുവാനോ ചെയ്യുവാനോ കഴിയില്ലായിരുന്നു.